AR ഐഡിയ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു മുത്തിനെ എങ്ങനെയാണ് ബുള്ളിയൻ വെച്ച് റിങ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മുത്ത് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബുള്ളിയൻ ചെയ്യുന്ന രീതിയാണ് ഈ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഈ സെലക്ട് ചെയ്ത മുത്തിൻ്റെ ചുറ്റും നമ്മൾ ഈ ബുള്ളിയൻ ചെയ്യുന്നതിന് 20 പ്രാവശ്യം ചുറ്റണം. ഈ ഒരു സൈസിൽ ഞാനിപ്പോൾ 20 പ്രാവശ്യമാണ് ചുറ്റുന്നത്. മുത്തിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ എണ്ണം കൂട്ടി കൊടുക്കണം. നമ്മൾ ഈ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് നൂല് കുരുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്ഷമയോടെ തന്നെ ഇത് ചെയ്യണം. നമ്മളിത് ചുറ്റിയ ശേഷം ഈ സൂചിയിൽ നിന്ന് നമ്മൾ താഴത്തെ നൂലിലോട്ട് ഈ റിങ് സൂക്ഷിച്ച് തന്നെ നമ്മൾ പതിയെ ചുറ്റി താഴോട്ട് ഇറക്കി കൊടുക്കണം. കംപ്ലീറ്റ് സൂചിയിൽ നിന്ന് ഈ റിങ് താഴെ നൂലിലോട്ട് ഇറങ്ങിയെന്ന് കണ്ട ശേഷം മാത്രമേ നമുക്ക് സൂചി വലിക്കാൻ പാടുള്ളൂ. നമ്മളിത് കൈകൊണ്ട് പതിയെ നമ്മൾ വട്ടത്തിൽ ചുറ്റി കൊടുത്തിട്ട് എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ സൂചി കുത്തി ഇറക്കുക. അതിനുശേഷം വിരൽ കൊണ്ട് എല്ലാ ഭാഗവും ഒന്നുപോലെ ഇങ്ങനെ ഓടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു റിങ് കംപ്ലീറ്റ് ആവും. അല്ലെങ്കിൽ നമുക്ക് റിങ് പാതി വെച്ച് മുറിഞ്ഞ പോലെ തോന്നും. നമ്മൾ വിരൽ വെച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റ് ആവും. അപ്പോൾ ഇത് ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. മുത്തിപ്പോൾ ഓൾറെഡി തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനിപ്പോൾ മുത്തിൻ്റെ അടുത്ത് നിന്ന് സൂചി ഓൾറെഡി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. വീണ്ടും സൂചി ഒന്നും കൂടെ കുത്തി എടുക്കുന്നത് ആദ്യം നൂല് വലിച്ചെടുത്തതിൻ്റെ ആ സെയിം ഹോളിൽ കൂടിയാണ് ഞാൻ എടുക്കുന്നത്. എങ്കിലേ നമുക്ക് ആ റിങ് കംപ്ലീറ്റായി നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം സൂചി എടുത്തത് എവിടെയാണോ ആ ഹോളിൽ കൂടെ തന്നെ രണ്ടാമതും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 2 നൂലുള്ള ഭാഗമല്ല എടുക്കേണ്ടത്, ഒറ്റ നൂലുള്ള ഭാഗമാണ് എടുക്കേണ്ടത്. 2 നൂല് ചേർന്നിരിക്കുന്ന ഒരു ഭാഗവും ഒറ്റ നൂലായിട്ട് സെപ്പറേറ്റ് ഒരു ഭാഗം കാണും. അതിൽ നമ്മൾ ഒറ്റ നൂലിൻ്റെ ഭാഗമാണ് എടുത്ത് ചുറ്റേണ്ടത്. ഞാനിനി ഈ 20 റിങ്ങും എങ്ങനെയാണ് സൂചിയിൽ നിന്ന് നൂലിലോട്ട് മാറ്റിയതെന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂ. പതിയെ ചുറ്റിച്ചാണ് ഞാനിത് ഈ റിങ് സൂചിയിൽ നിന്ന് നൂലിലോട്ട് ഇറക്കുന്നത്. നമ്മൾ റിങ് താഴോട്ട് ചുറ്റി ഇറക്കുന്നതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൂചി മേലോട്ടും വലിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും. ഞാനിപ്പോൾ സൂചിയിൽ നിന്ന് നൂലിലോട്ട് ഈ റിങ് 20 എണ്ണത്തിന് ഇറക്കിയിട്ടുണ്ട്. ഇനി പതിയെ സൂചി മേലോട്ട് വലിച്ചെടുക്കുക. ഈ ഒരു സമയത്താണ് നൂല് ചുറ്റാനുള്ള സാധ്യത വളരെ കൂടുതൽ. നമ്മളിപ്പോൾ ഈ ഒരു റിങ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്താലും നമ്മുടെ മറ്റേ ഭാഗം പൊന്തി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് മുത്ത് കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ മാത്രമേ ഈ റിങ് അതിനുള്ളിൽ അങ്ങിരിക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിങ്ങനെ പൊന്തി വരും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സൂചിയും നൂലും വെച്ച് മറ്റേ അറ്റം ഒന്ന് ടൈ ചെയ്ത് കൊടുക്കലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഈ പൊങ്ങി വരുന്ന ഭാഗത്ത് നമ്മൾ എങ്ങനെയാണ് സൂചിയും നൂലും വെച്ച് അതങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ്. ഇതിന് ഞാൻ സാധാരണ സൂചിയും നൂലുമാണ് എടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 2 നൂലല്ല എടുത്തിട്ടുള്ളത്, ഒറ്റ നൂലാണ് എടുത്തിട്ടുള്ളത്.
പിന്നെ ഒരു വലിയ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ അടിയിൽ നിന്ന് സൂചി കുത്തി പുറത്ത് എടുത്തിട്ടല്ല വീണ്ടും കുത്തി കൊടുക്കുന്നത്. നമ്മൾ താഴെ വെച്ച് തന്നെ നമ്മൾ അടിയിലത്തെ ലൈൻ നൂല് മാത്രമേ എടുത്ത് കുത്തി കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്, സൂചി കുത്തി മേലോട്ട് എടുത്തിട്ട് അവിടെ നിന്ന് താഴ്ത്തി കുത്തുന്നതല്ല, അവിടെ വെച്ച് താഴെ വെച്ച് തന്നെ ചരിച്ചു കുത്തിയാണ് എടുക്കുന്നത്. അഥവാ ഇപ്പോൾ നമ്മൾ സൂചി കംപ്ലീറ്റ് ആയിട്ട് മേലോട്ട് കുത്തി എടുത്ത ശേഷം വീണ്ടും അതേപോലെ കുത്തി താഴോട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തെ നൂല് വന്നിട്ട് ഒതുങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു റിങ് ആവില്ല, അവിടെ എവിടെയായിട്ടൊരു മുറിവ് പോലെ തോന്നും. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ആവാത്തൊരു ഫീലിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്, നമ്മൾ അവിടെ വെച്ച് തന്നെ ചരിച്ച് കുത്തി കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ സ്റ്റിച്ച് പുറത്ത് കാണത്തുമില്ല. ഈ ഒരു റിംഗ് ബുല്യൻ്റെ ചുറ്റും ചെയ്തേക്കുന്ന ആ ഒരു ചതുരത്തിലുള്ള വർക്ക് എന്ന് പറയുന്നത് ഫെദറാണ്. ഫെദർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കയറി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.